തങ്ങ് അവളുടെ ഭർത്താവെന്ന് കരുതി ചെന്ന് നോക്കുമ്പോൾ ഹീറോ നീ എന്താ ഇവിടെ ഡിവോഴ്സ് ചെയ്യാനാണോ വന്നെന്ന് ചോദിക്കുമ്പോൾ തങ്ങ് ഡിവോഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറുന്നു. നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്, നിന്നെയും നിന്റെ കുഞ്ഞിനെയും സേവ് ചെയ്യാനാണ് ഞാൻ നോക്കിയത് എന്ന് ഹീറോ പറയുന്നു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തങ്ങ് പോകുമ്പോൾ ഹീറോ അവളെ പിടിച്ചു നിർത്തി. അവനെ അത്രയ്ക്കും ഇഷ്ടമാണോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതെ, എന്റെ ഭർത്താവിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു പോകുമ്പോൾ ദേഷ്യം കയറി ഹീറോ അവളെ പിടിച്ചു നിർത്തി കിസ് ചെയ്യുന്നു. തങ്ങ് ഹീറോയ്ക്ക് ഒരു അടി കൊടുത്തിട്ട് ഇത്രയും വലിയ ആളായ നിങ്ങൾ ഇമാതിരി ചെയ്യുമെന്ന് കരുതിയില്ലെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. ഹീറോയും അവന്റെ കസിനും അവന്റെ ഭാര്യ അന്വേഷിക്കാനായി തിരയുന്നു. ഇവിടെ തങ്ങ് അവളുടെ ഭർത്താവിനെ നോക്കി നിൽക്കുമ്പോൾ വരാത്തോണ്ട് തന്നെ വിളിച്ചു നോക്കാമെന്ന് കരുതി അവളുടെ അമ്മ വിളിച്ച് വീട്ടിലേക്ക് വരാനായി പറഞ്ഞു. ഇവൾ വരില്ലെന്ന് പറഞ്ഞെങ്കിലും അവളെ വരുത്താനായി മുത്തശ്ശിയുടെ സാധനങ്ങൾ ഇവിടെയുണ്ട്, നീ വന്നില്ലെങ്കിൽ അതെല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അവൾ വരാമെന്ന് സമ്മതിക്കുന്നു. ഇവിടെ ഹീറോ കുറേയേറെ തേടിയിട്ടും തന്റെ ഭാര്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് പറയുകയും അവളുടെ അമ്മ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകുമെന്ന് കരുതി ഹീറോയുടെ വിവാഹം ആരും അറിയാത്തല്ലേ നടത്തിയത്. അവളുടെ വീട്ടിൽ പോയി ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് അവളെ കൂട്ടിക്കൊണ്ടുവരാനായി പറയുന്നു. എന്നാൽ ഹീറോ അതിന് സമ്മതിക്കാത്തതിനാൽ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത കൊച്ചുമകനാണല്ലോ എനിക്ക് തന്നത്, ഞാനും മുത്തശ്ശന്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുമ്പോൾ ഹീറോ സമ്മതിക്കുന്നു. നീ അവളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉറപ്പായിട്ടും നിനക്ക് അവളെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. ഇവിടെ തങ്ങിന്റെ അമ്മയുടെ വീട്ടിൽ വാങ്ങുണ്ട്. അവളെ വീട്ടിലേക്ക് വരുത്തിയാൽ ഉടനെ തന്നെ വിവാഹം കഴിപ്പിക്കാനാണ് അവരുടെ പ്ലാൻ. എന്നാൽ കൃത്യസമയത്ത് തങ്ങ് മുത്തശ്ശിയുടെ സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ അമ്മ തങ്ങിന് ഒരടി കൊടുത്തിട്ട് വാങ്ങിനെയും കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാനായി നിർബന്ധിക്കുന്നു. നേരം അവിടുത്തെ സെർവന്റ് ഹീറോ മാരേജ് പ്രപ്പോസലിനാൽ കുറേയേറെ ഗിഫ്റ്റുമായി വരുന്നുണ്ടെന്ന് അറിയിക്കുന്നു. അത് കേട്ട എല്ലാവരും തങ്ങിന്റെ സ്റ്റെപ്പ് സിസ്റ്ററിനെ മാരേജ് ചെയ്യാനായിരിക്കും വരുന്നതെന്ന് കരുതി സന്തോഷിക്കുകയും ഹീറോയുടെ കൂടെ മുത്തശ്ശിയും ഉണ്ട് എന്ന് കേട്ട അവർ ഇന്ന് തന്നെ വിവാഹം ഉറപ്പിക്കാനായിരിക്കുമെന്ന് പറഞ്ഞ് എല്ലാരെയും വിളിച്ചു വരുത്തി ഒരു പാർട്ടി വരെ ഒരുക്കുന്നു. അന്നേരം തങ്ങിന്റെ മുത്തശ്ശിയുടെ സാധനങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും മുന്നിൽ നിന്റെ ഭർത്താവും കുഞ്ഞും നിനക്കൊരു ശാപമാണെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുമ്പോൾ കുഞ്ഞിനെ പറ്റി പറഞ്ഞപ്പോൾ ഹീറോ അവളെ വാടപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹീറോയെ കറക്കാൻ വരെ നീ നോക്കിയതല്ലേ, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹത്തിന് എന്നെയാണ് പിടിച്ചെന്ന് പറയുന്നു. അങ്ങനെ ഹീറോയും മുത്തശ്ശിയും ഗിഫ്റ്റുമായി വരുന്നു. അത് കണ്ടുവന്നവർ വാ പൊളിച്ചു വരെ ഷോക്കാവുകയാണ്. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് കൊണ്ടുവരുന്നത്. തങ്ങിനെ ഇവിടെ നിർത്തിയാൽ പ്രശ്നമാകുമെന്ന് കരുതി അവളുടെ അമ്മ ഒരു റൂമിൽ പൂട്ടിയിട്ട് വാങ്ങിനെ വിളിച്ചു വരുത്തി അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ഇവിടെ ഹീറോ വരുമ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർ ആയിരിക്കും ഭാര്യ എന്ന് കരുതി നിങ്ങളാണോ എന്റെ ഭാര്യ എന്ന് ചോദിക്കുന്നു. ഇവൾക്കും ഹീറോ എന്താണ് പറയുന്നത് മനസ്സിലാകാതെ നിൽക്കുമ്പോൾ ഉടൻ അവളുടെ അച്ഛൻ വന്ന് അതെ ഇവളാണ് നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കൈ ചേർത്ത് വെക്കുന്നു. മുത്തശ്ശിയും വരുന്നുണ്ടെന്നറിഞ്ഞവർ മുത്തശ്ശിയെ നീ കൈക്കലാക്കി എടുക്കണമെന്ന് അച്ഛൻ സ്റ്റെപ്പ് സിസ്റ്ററിന് ഉപദേശിക്കുമ്പോൾ മുത്തശ്ശിയും കണ്ട് മൂവരും ഷോക്കാവുകയാണ്. നിങ്ങൾ എന്താ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നതാണെന്ന് ചോദിച്ച് മുത്തശ്ശിയെ ചീത്ത പറയുമ്പോൾ അച്ഛനെ കൊണ്ട് മൂവരുടെയും മുഖത്തൊരടി കൊടുക്കുകയാണ്. ഇവരാണ് ഹീറോയുടെ മുത്തശ്ശി എന്ന് അറിയുമ്പോൾ വീണ്ടും അവർ ഷോക്കാവുന്നു. നിന്റെ ഭാര്യയും എന്നെയും അന്ന് ഹോട്ടലിൽ വെച്ച് ബുള്ളി ചെയ്തത് ഇവരാണെന്ന് ഹീറോയുടെ മുത്തശ്ശി പറഞ്ഞ് അവർക്ക് നല്ല പണിഷ്മെന്റ് കൊടുക്കാനായി ഏൽപ്പിക്കുന്നു. എന്നിട്ട് തന്റെ മരുമകൾ എവിടെയെന്ന് ചോദിക്കുന്നു. ഹീറോയ്ക്ക് തങ്ങിനെ കിട്ടാതിരിക്കാൻ അവൾ ഇവിടെയില്ലെന്ന് പറയുന്നു. ഹീറോ അവൾ ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി പോകാമെന്ന് മുത്തശ്ശി വിളിച്ചുകൊണ്ട് പോകുമ്പോൾ തങ്ങിനെ പൂട്ടിയിട്ട റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു. ഉടനെ ആ റൂമിലേക്ക് പോകുമ്പോൾ അവർ മൂവരും തടയുകയും എന്നാൽ ഹീറോ അവരെ തള്ളിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തങ്ങ് നിലത്ത് കിടക്കുന്നു. കൂടെ വാങ്ങിനെ അവിടെ കാണുമ്പോൾ ഹീറോ ഒരടി അവനിട്ട് പൊട്ടിക്കുന്നു. അവളെ എഴുന്നേപ്പിച്ച് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വയറുവേദനിക്കുന്നു എന്ന് തങ്ങും പറയുന്നു. മുത്തശ്ശി വന്നതും അവൾക്ക് ആശ്വാസമായെങ്കിൽ മുത്തശ്ശി നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാനും നിന്റെ ഭർത്താവും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോഴാണ് അവന്റെ മനസ്സിൽ പിടിച്ച അവൾ തന്നെയാണ് ഭാര്യ എന്നറിഞ്ഞതും അവന് ഒരുപാട് സന്തോഷമാവുകയും വേഗം തങ്ങിനെടുത്ത് പോകുമ്പോൾ തങ്ങിനെ ഒരുപാട് ദ്രോഹിച്ചവർക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ട് അവളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യും.